നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നടി മീന. ബാലതാരമായി സിനിമയിലെത്തുകയും പിന്നീട് നായികയായി തെന്നിന്ത്യയിൽ ഏറെക്കാലം തിളങ്ങുകയും ചെയ്ത അഭിനേത്രിയാണ് മീന. സാധാരണ നായികയായി തിളങ്ങി നിന്നിരുന്ന നടിമാർ വിവാഹിതയും അമ്മയുമായാൽ പിന്നെ താരങ്ങളുടെ വാല്യൂ കുറയും, നായിക വേഷങ്ങൾ ലഭിക്കാനും ബുദ്ധിമുട്ടാകും. പക്ഷെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷവും മീനയുടെ താരമൂല്യത്തിൽ ഒരിടിവും വന്നില്ല. അമ്മ വേഷങ്ങൾ മാത്രമല്ല, നായിക വേഷങ്ങളും താരത്തെ തേടിയെത്തി. ഇപ്പോഴിതാ മീനയുടെ ചെന്നൈയിലെ കുടുംബ വീടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ഏകദേശം 10 കോടി ചെലവഴിച്ച് പൂർത്തിയാക്കിയ വീടും സ്ഥലവും 100 കോടി രൂപയ്ക്ക് വിറ്റുപോയി എന്നാണ് വാർത്ത. അമേരിക്കയിലുള്ള വിദേശ ദമ്പതികളാണ് വീട് കണ്ടിഷ്ടപ്പെട്ട് ഇത്ര വലിയ തുക മുടക്കി സ്വന്തമാക്കിയതെന്നും കേൾക്കുന്നു. എക്സ് പ്ലാറ്റ്ഫോമുകളിലും ചില തമിഴ് മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച വാർത്ത പ്രചരിക്കുന്നുണ്ട്. എന്നാൽ മീന എവിടെയും സ്ഥിരീകരണം നൽകിയിട്ടില്ല. നടിയുടെ സോഷ്യൽ മീഡിയ പേജിലും ഇതേക്കുറിച്ച് ഒരു ചെറിയ സൂചന പോലും ഇല്ല. മീന ഭർത്താവ് സാഗർ, മകൾ നൈനിക എന്നിവരുമായി ഒരുമിച്ച് താമസിച്ച വീടാണിത്. 20 വർഷങ്ങൾക്ക് മുൻപ് ലോൺ എടുത്താണ് മീന ഈ വീട് നിർമ്മിച്ചത്. വലിയ ഗേറ്റുകളുള്ള കോമ്പൗണ്ടിനുള്ളിൽ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്ന വീടാണിത്. ചെന്നൈ നഗരത്തിലെ മീനയുടെ വീട് കേരള ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥയും മറ്റും കണക്കാക്കിയാൽ തന്നെ വീടിന്റെ ഉള്ളിൽ നല്ല നിലയിൽ കാറ്റും വെളിച്ചവും കടക്കുന്ന രീതിയിലെ നിർമ്മിതിയാണ്. മീനയുടെ അമ്മ രാജമല്ലിക കണ്ണൂർ സ്വദേശിനിയാണ്. ഈ വീട് നിർമ്മിക്കുമ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ അമ്മ തന്നിരുന്നതായി നടി പറഞ്ഞിരുന്നു. 10 കോടിക്കടുത്ത് രൂപ വായ്പയായി തന്നെ എടുത്തിരുന്നു. തടിയിൽ കൊത്തിയെടുത്ത തൂണുകൾ, വിശാലമായ അങ്കണം, കൊട്ടാരത്തിന് സമാനമായ ഡിസൈൻ, തഞ്ചാവൂർ ശില്പങ്ങൾ എന്നിവയാണ് വീടിന്റെ പ്രധാന സവിശേഷത. വിവാഹത്തിന് ശേഷമായിരുന്നു മീന അഭിനയ ജീവിതത്തിൽ നിന്നും താൽക്കാലികമായ ചില ഇടവേളകൾ എടുക്കുന്നത്. അതിനുശേഷവും നായികയായി തന്നെ അഭിനയത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു. ഇപ്പോഴും നായികയായി തന്നെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മീന. മുമ്പൊരു അഭിമുഖത്തിൽ മീന പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും വിവാഹവും തിരികെ വന്നതിനെ പറ്റിയും ഒക്കെയാണ് മീന സംസാരിച്ചത്. 4.5 വയസ്സായപ്പോഴേക്കും ഞാൻ സിനിമയിലേക്ക് എത്തി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും ഞാൻ ഹീറോയിനായി. പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സിനിമയുടെ ലൊക്കേഷനുകളിലായിരിക്കും. എൻ്റെ ജീവിതം മുഴുവനും തന്നെ സിനിമയിലായിരുന്നു. വേറെയൊന്നും എനിക്കറിയില്ല. കല്യാണത്തിന് ശേഷം ചെറിയ ഇടവേള എടുത്തപ്പോൾ എനിക്ക് ബോറടിച്ചെന്ന് പറയാം. കാരണം എനിക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. വിവാഹത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന നായികയാകും എന്നൊക്കെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അത് പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ്. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. ഞാൻ സിനിമയിൽ അഭിനയിച്ച അതേ പ്രായത്തിലാണ് എൻ്റെ മകളും സിനിമയിലേക്ക് വരുന്നത്. പ്രതീക്ഷിച്ചതിലും ആ ചിത്രം വലിയൊരു ബ്രേക്കായി. അതിലൂടെ ഒത്തിരി പേരും പ്രശംസയും ഒക്കെ ലഭിച്ചു. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലും ആന്ധ്രയിൽ നിന്നുമൊക്കെ അവൾക്ക് നല്ല പിന്തുണ ലഭിച്ചു. അമ്മയുടെ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് ചോദിച്ചാൽ തനിക്കത് പറയാൻ സാധിക്കില്ല എന്നാണ് മീന പറഞ്ഞത്. 2009 മീന വിവാഹിതയാവുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന വിദ്യാസാഗർ ആയിരുന്നു മീനയുടെ ഭർത്താവ്. ശേഷം നടിയൊരു പെൺകുഞ്ഞിന്റെ അമ്മയായി. മകൾ ജനിച്ചതിന് ശേഷം വീണ്ടും മീന അഭിനയത്തിൽ സജീവമായി. ഇതിനിടയിൽ മീനയുടെ മകൾ നൈനികയും സിനിമയിൽ അഭിനയിച്ചു. ഇളയ ദളപതി വിജയുടെ മകളുടെ വേഷത്തിൽ തെറി എന്ന സിനിമയിലായിരുന്നു നൈനിക ആദ്യമായി അഭിനയിക്കുന്നത്. സൂപ്പർ താര സിനിമകളിലാണ് മീന ഇപ്പോഴും അഭിനയിക്കാറുള്ളത്. ദൃശ്യത്തിന്റെ 2ാം ഭാഗത്തിലും തെലുങ്കിലും നടി അഭിനയിച്ചു. ഇതിനു പുറമെ മലയാളത്തിൽ ബ്രോഡാഡി എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3 നടിയുടെ പുതിയ സിനിമ. ജിത്തു ജോസഫ് ഒരുക്കിയ റോസ്ലിൻ എന്നൊരു വെബ് സീരീസിലും മീന അടുത്തിടെ അഭിനയിച്ചിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.